നമുക്കൊന്നൊരു വെറൈറ്റി തക്കാളി കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 5-10 ചുവന്നുള്ളി, ഒരു അരക്കുടം വെളുത്തുള്ളി, അതിങ്ങനെ ആദ്യം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുമ്പോൾ പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയും മുഴുവൻ മല്ലി ഇടണം കേട്ടോ. പിന്നെ വറ്റൽമുളക്, ഒരു 8 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതൊന്നായി വരുമ്പോൾ നമുക്ക് നാളികേരം, ഒരു അരമുറി നാളികേരം ഇട്ട് കൊടുക്കാം. അത് നന്നായി വറുത്ത് കോരി നമുക്ക് മാറ്റി അരച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ കൂട്ട് ഈ കറിയുടെ കേട്ടോ. ഇങ്ങനെ തക്കാളി കറി ആക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ചപ്പാത്തിക്കോ ചോറിൻ്റെ ഒപ്പമോ അപ്പം എല്ലാത്തിൻ്റെ ഒപ്പവും പൂരി എല്ലാത്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. വളരെ ടേസ്റ്റിയായിട്ട് നമ്മൾ വറുത്തരച്ച് വയ്ക്കുന്ന ഒരു തക്കാളി കറിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു വലിയ സബോളയാണ് കേട്ടോ. വലിയതല്ലെങ്കിൽ ഒരു 2 സബോള ചെറുതാണെങ്കിൽ എടുക്കണം കേട്ടോ. അത് വഴന്ന് വരുമ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ രാവിലെ നമുക്ക് ഇപ്പം ഞാൻ വേപ്പില ഇട്ട് കൊടുത്തു. ഇപ്പം ഞാൻ മസാലയുടെ പൊടി ഇടണത് കൊണ്ടാണ് കേട്ടോ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കറുവപ്പട്ട, ഏലക്കായ, കറിവേപ്പൂവ്, തക്കോലൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം, ഇതാണ് ഞാൻ മസാല ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 5 തക്കാളി ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് വേണ്ടിട്ടിടാം. പിന്നെ അധികം ഒന്നാവി കയറ്റിയാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കഴിയുന്ന ഒരു പണിയാണ്. അതേസമയം വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടി നമുക്ക് മുട്ടക്കറിയായിട്ടൊക്കെ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത് വെച്ചത് വളരെ നൈസായിട്ട് അരച്ച് കൊണ്ടുവരിക. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ്. ഒരു തിളച്ചാൽ നമ്മുടെ കറി റെഡിയായി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? തക്കാളിയല്ലേ, വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് ഉപ്പ് പാകമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ സബോള ഇട്ടപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്താണ്. അപ്പോൾ ഇനി ഇതിനെങ്ങനെയുണ്ട്, ഇത് വെള്ളമൊക്കെ ചേർന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ചേർന്നതിന് ശേഷം ഉപ്പ് പാകമാണോ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചാണ്. നല്ല കട്ടിയുണ്ട് കേട്ടോ. കുറുതായ ചാറാണ്. നല്ല എല്ലാത്തിൻ്റെ കൂടിയും പോണ ഒരു കറിയുള്ളത്. ഉപ്പിട്ട് കൊടുത്തു. ഞാൻ കുറച്ച് ഉപ്പ് പോരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുഴപ്പമില്ല. നാടൻ കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണത് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പൂരി ഒക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അതൊന്നും വേണമെന്നില്ല, തന്നെ മതി നമുക്ക് കഴിക്കാൻ. പപ്പടമോ മീൻ വറുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് വാരി കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല, ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ താങ്ക് യു. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം 2 വറ്റൽമുളകൊക്കെ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ വറുത്തിടാം കേട്ടോ ആ സമയത്ത്. അപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല. വേണമെന്നില്ല, വേണമെന്നുള്ളവർക്ക് ഇടാം. അപ്പോൾ ഇതാണ് കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.